അതിൽ കോവിഡ് കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ. ചില സന്ദർഭം 9:30 ആയിക്കഴിഞ്ഞാൽ രാവിലത്തെ പൂജയ്ക്ക് കഴിഞ്ഞ് എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു. അന്ന് പാല് 45 ലിറ്ററിന്റെ പാലൊക്കെ കൊണ്ടുപോയിട്ട് പായസം ഉണ്ടാക്കാറുള്ളൂ. സാധാരണ 600, 700, 700, 1000 ലിറ്റർ വരെ പാൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് കോവിഡ് കാലത്ത് നേതൃത്വത്തിന് മുടക്കം അപ്പോഴും ഉണ്ടായിരുന്നില്ല. മുടക്കുകാരില്ല, പായസം വാങ്ങിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാനും കണ്ണനും മാത്രം ഇങ്ങനെ നോക്കി നിൽക്കും. ചില സ്വഭാവത്തിൽ ഞാൻ ചാരി നിൽക്കും. അപ്പൊ ഞാനത് പലരോടും ഈ അനുഭവങ്ങൾ പറയുമ്പോൾ അവര് എന്റെ കാലിൽ വീഴണോ, എന്നെ നമസ്കരിക്കണോ എന്ന് ആലോചിച്ച് നോക്കണം. ഈ അങ്ങനെ പലർക്കും അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാനത് വൈകാരികമായി അതിന് വളരെ നല്ല രീതിയിൽ ആ ഭക്തി പുരസ്സരം ഞാനത് കൈകാര്യം ചെയ്യും. അത്രത്തോളം ഞാൻ കാണാൻ അരമണിക്കൂറാണ് ഞാനിങ്ങനെ സ്വഭാവത്തിൽ ഞാൻ വെറുതെ ചാരി ഭഗവാനെ നോക്കിയിരിക്കും. അത് അത്യധികം അതൊക്കെ ഒരു അത്ഭുതങ്ങളാണ്. എന്നെ സംബന്ധിച്ച് അതിശയാണ്. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണനോട് എടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 16 അടിക്കുള്ള ഞാൻ നടക്കുമ്പോൾ റോഡിൽ നല്ല വെയില്, ചില പോലീസ് കാര്യങ്ങൾ 2 സെക്യൂരിറ്റിക്കാർ മാത്രം പുറത്ത് നിന്നിട്ടുണ്ടാവും. ഞാൻ ആ 4 കൂടി ആ ജംഗ്ഷനിലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഭഗവാന്റെ അമ്പലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടികളെ പോലും ഉണ്ടാവില്ല. അപ്പൊ ചില സന്ദർഭങ്ങളിൽ എൻ്റെ കണ്ണും കാണുന്നുണ്ട്. ഗുരുവായൂരാണ് ഈ കാണുന്നത്. അപ്പോ അത് എന്നെ വല്ലാതെ ഫീലിച്ച കുറേ സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഗുരുവായൂരപ്പൻ ഇങ്ങനൊരു ഇത്, അതേപോലെ പ്രളയകാലത്ത് ചില ദിവസങ്ങളൊന്നും ആൾക്കാരുണ്ടായില്ല.